വെൽക്കം ടു ദ കെമിസ്ട്രി പ്രാക്ടിക്കൽ സെഷൻ ഓഫ് ടാർഗറ്റ്. ഇന്ന് നമ്മുടെ +2 പ്രാക്ടിക്കൽസിലുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോൾട്ട് അനാലിസിസ് ആണ്. ഒരുപാട് കുട്ടികൾ പറഞ്ഞിരുന്നു സോൾട്ട് അനാലിസിസ് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അതിൽ വരുന്ന ഒരുപാട് ടെസ്റ്റുകൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. മാത്രമല്ല നീറ്റ് എക്സാമിനും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെഷൻ ആണ്. ഇതിൽ 2 സെഷൻസ് ആയിട്ടാണ് വരുന്നത്. ഒന്ന് അനാലിസിസ് ഓഫ് ആനിയോൺസ് ആണ്, വേറൊന്ന് അനാലിസിസ് ഓഫ് കാറ്റയോൺസ് ആണ്. ആനിയോൺസ് നമുക്ക് 5 ആനിയോൺസ് ആണ് ഉള്ളത്. കാറ്റയോൺസ് നമുക്ക് ഒരു 6 ഗ്രൂപ്പിലായിട്ട് ഒരു 6-7 കാറ്റയോൺസ് നമുക്ക് വരുന്നുണ്ട്. നമുക്ക് ആദ്യം അതിന്റെ തിയറി പാർട്ട് ഒന്ന് നോക്കാം. എങ്ങനെയാണ് ഇതിന്റെ കെമിസ്ട്രി എന്താണ് എന്ന് നോക്കാം. മാത്രമല്ല നീറ്റ് പോലുള്ള എക്സാംസിന് പ്രാക്ടിക്കൽ സെഷനും ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. നമുക്ക് ആദ്യം അതിന്റെ തിയറി പാർട്ട് നോക്കാം. 2 ടൈപ്പ് എക്സ്പെരിമെന്റ് ആണ് മെയിൻ ആയിട്ട് +2 കെമിസ്ട്രി പ്രാക്ടിക്കലിൽ ഉള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് നമ്മളുടെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള അനാലിസിസും ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള അനാലിസിസും. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒന്ന് നമ്മുടെ ടൈട്രേഷൻ, വോളിമെട്രി, അതൊരു ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ്. പിന്നെ നമ്മുടെ സാൾട്ട് അനാലിസിസ് ആണ്, ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത് സോൾട്ട് അനാലിസിസ് ആണ്, ദാറ്റ് ഈസ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്. ഇവിടെ ഞാൻ അതിന്റെ ടെസ്റ്റുകൾ പറയും. പ്ലസ് അപ്പൊ നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാമിനൊക്കെ എക്സ്പെക്ട് ചെയ്യേണ്ട കുറച്ച് വൈവ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഉണ്ടായ കോമ്പൗണ്ട് ഏതാണ്, ഇപ്പൊ ഒരു ഗ്യാസ് ഇവോൾവ് ആയി, ഏത് ഗ്യാസ് ഇവോൾവ് ആയത്, എന്തുകൊണ്ട് അത് അങ്ങനെയായി, എന്തുകൊണ്ട് ഇത് ഇങ്ങനെയായി, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. അത് ഞാൻ ഇതിന്റെ ഇടയിൽ കൂടി പറയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്ത് നോട്ട് ചെയ്തെടുക്കാം. ഫസ്റ്റ് നിങ്ങൾക്ക് തരുന്ന നിങ്ങൾ എക്സാം ഹാളിലേക്ക് കയറുന്നു, നിങ്ങൾക്ക് മേ ബി വോളിമെട്രി സ്റ്റാർട്ടിങ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ സോൾട്ട് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക, എന്താവട്ടെ. സോൾട്ട് തരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ വോളിമെട്രിന്റെ പ്രൊസീജിയർ ഒക്കെ വേണം, നമ്മൾ വേറൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പം സോൾട്ട് അനാലിസിസിൽ മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടി വരിക, നമുക്ക് കിട്ടിയ സോൾട്ട് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ എഴുത്തിലേക്ക് പോകുന്നുള്ളൂ. സോൾട്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബിഫോർ ഗോയിങ് ടു കാറ്റയോൺ ഓർ ആനയോൺ, ഇപ്പൊ ഇനോർഗാനിക് സോൾട്ട് ആണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അതിലൊരു അയണിക് കോമ്പൗണ്ട് ആണ്, അതിലൊരു ആനയോൺ ഉണ്ടാവും, ഒരു കാറ്റയോൺ ഉണ്ടാവും. ബിഫോർ ഗോയിങ് ദാറ്റ് യു ഷുഡ് ഡു പ്രിലിമിനറി ടെസ്റ്റ്. എന്താണ് പ്രിലിമിനറി ടെസ്റ്റ്? പ്രിലിമിനറി ടെസ്റ്റ് ചില വർഷങ്ങളിൽ ഡയറക്റ്റ് അങ്ങനെ എഴുതാൻ പറയാറില്ല. പ്രിലിമിനറി ടെസ്റ്റിൽ ചെയ്യുന്ന പല സാധനങ്ങളും നമ്മൾ ഓൾറെഡി നേരത്തെ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് കൺഫർമേറ്ററി ടെസ്റ്റിലൊക്കെ പറയുന്നുണ്ടാവും. പ്രിലിമിനറി ടെസ്റ്റിൽ ഫസ്റ്റ് ഉള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ദ കളർ ഓഫ് ദി കോമ്പൗണ്ട് ഷുഡ് ബി നോട്ടഡ്. അതായത് നമുക്ക് തന്ന കോമ്പൗണ്ടിന്റെ കളർ ഒന്ന് നോട്ട് ചെയ്യാം. മോസ്റ്റ് പ്രോബബ്ലി വൈറ്റ് കോമ്പൗണ്ട് ആണ് തരുന്നത്, വൈറ്റ് മീൻസ് കളർലെസ് കോമ്പൗണ്ട് ആണ് തരുന്നെങ്കിൽ അങ്ങനെ തന്നെ നോട്ട് ചെയ്യുക, കളർലെസ്. അപ്പൊ നോ ക്യാരക്ടറിസ്റ്റിക് ഒബ്സർവേഷൻ, അല്ലെ, കളർലെസ് ആണ്, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. മേ ബി ദ ആബ്സെൻസ് ഓഫ് കോപ്പർ ഒക്കെയാണ് നീല കളറിലായിരിക്കും ഉണ്ടാവും. അപ്പൊ അങ്ങനെ കോപ്പറും കാര്യങ്ങളൊന്നും തരാത്തത് കൊണ്ട് കളർലെസ് ആണ്, ഇത് ഡിപ്പെൻസ് ആണ്. പിന്നെ അടുത്തത് നമ്മൾ ചെയ്യേണ്ട കാര്യം ആഷ് ടെസ്റ്റും ഫ്ലെയിം ടെസ്റ്റും ആണ്. അപ്പൊ ഇത് വളരെ വൃത്തിക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതെന്താ നമുക്ക് ആദ്യം നോക്കാം. ഇപ്പൊ ഫ്ലെയിം ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലെയിം ടെസ്റ്റ് പറഞ്ഞാൽ, ഫ്ലെയിം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തീ, അല്ലെ, ആ ഒരു ഫ്ലെയിം. ഓക്കെ, നമ്മൾ ചെയ്യുന്ന ഒരു വാച്ച് ഗ്ലാസ് എടുക്കുന്നു, അതിലേക്ക് നമ്മളെ കയ്യിലുള്ള സോൾട്ട്, നമുക്ക് അനലൈസ് ചെയ്ത് തന്നിരിക്കുന്ന സോൾട്ട് എടുക്കുന്നു, അതിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റഡ് HCl ആഡ് ചെയ്യുന്നു. കുറച്ച് കോൺസെൻട്രേറ്റഡ് HCl ആഡ് ചെയ്യാൻ 2 or 3 ഡ്രോപ്സ് മാക്സിമം, എന്നിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കുന്നു. അപ്പൊ ഈ സോൾട്ട് ഒക്കെ ഈ കോൺസെൻട്രേറ്റഡ് HCl ആയിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് നമ്മളൊരു ഫ്ലെയിമിലോട്ട് കാണിക്കുന്നു. ഓക്കെ, ഫ്ലെയിമിന് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ഗ്രീൻ ആയിട്ടുള്ള ഫ്ലെയിം ആണെങ്കിൽ നമ്മൾ അവിടെ ബേരിയം ഉണ്ട് എന്ന് പറയും. ബ്രിക്ക് റെഡ് ആയിട്ടുള്ള ഫ്ലെയിം ആണെങ്കിൽ നമ്മൾ പറയും അവിടെ എന്തുണ്ട്, കാൽഷ്യം ഉണ്ട് എന്ന് പറയും. അങ്ങനെയുള്ള ചെറിയ ഇൻഫർമേഷൻ അവിടെ നിന്ന് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പ്രിലിമിനറി ടെസ്റ്റ് എന്ന് വിളിക്കുന്നത്. പിന്നെ ആഷ് ടെസ്റ്റ്. ആഷ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചാരം. എന്തിന്റെ ചാരം? നമ്മളെ കോമ്പൗണ്ടിനെ കോൺസെൻട്രേറ്റഡ് HNO3 ആൻഡ് കൊബാൾട്ട് നൈട്രേറ്റ് മിക്സ്ചർ, കൊബാൾട്ട് നൈട്രേറ്റ് സൊല്യൂഷൻ, ഇത് രണ്ടുകൂടെ മിക്സ് ചെയ്ത് ഹീറ്റ് ചെയ്തിട്ട്, നമ്മളെ കോമ്പൗണ്ടും കൂടി ഹീറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു ഫിൽറ്റർ പേപ്പർ ചുരുട്ടി അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആഷ് നോക്കും. അപ്പൊ അതിന്റെ ബ്ലൂ കളർ വരികയാണെങ്കിൽ, ആഷിന് ബ്ലൂ കളർ വരികയാണെങ്കിൽ നമ്മൾ പറയും അലൂമിനിയം ഉണ്ട് എന്ന് പറയും. നമ്മൾ ആഷിന് ലൈറ്റ് പിങ്ക് കളർ ആണെങ്കിൽ മാഗ്നീഷ്യം ഉണ്ട് എന്ന് പറയും. ഈ ടെസ്റ്റുകൾ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യും കേട്ടോ. അപ്പൊ നമുക്ക് അനലൈസ് ചെയ്യേണ്ട അയോൺസ് ഇതൊക്കെയാണ്. ആനയോൺ ആയിട്ട് ഈ 5 ആനയോൺ ആണ് മെയിൻ ആയിട്ട് നിങ്ങളെ സ്കൂളിൽ വെക്കുന്നുണ്ടാവുക. അതിൽ കാർബണേറ്റ്, അസറ്റേറ്റ്, ക്ലോറൈഡ്, നൈട്രേറ്റ്, സൾഫേറ്റ്. ഓക്കെ, അപ്പൊ ആനയോൺസിന്റെ ഒരു കൺഫർമേറ്ററി ടെസ്റ്റും ഒരു ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റും ഒരു കൺഫർമേറ്ററി ടെസ്റ്റും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. വൺ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ്, വൺ കൺഫർമേറ്ററി ടെസ്റ്റ്. അപ്പൊ ഇതാണ് നിങ്ങളിവിടെ പഠിച്ചിരിക്കേണ്ട സാധനം. രണ്ടും എങ്ങനെ നമ്മൾ ഇതിനെ ഐഡന്റിഫൈ ചെയ്യും, എങ്ങനെ ഈ ഒരു സോൾട്ട് ആണ്, ഈ ഒരു ആനയോൺ അതിലുണ്ട് എന്ന് എങ്ങനെ കൺഫേം ചെയ്യും. ഓക്കെ, കമ്മിങ് ടു ദി കാറ്റയോൺ.
കാറ്റയോൺസിനെ സെപ്പറേറ്റ് ഗ്രൂപ്പ് ആയി തിരിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വരുന്ന എക്സാമിനോട് ചോദിക്കാം, മക്കളെ എന്തിനാണ് കാറ്റയോൺസിനെ ഇങ്ങനെ ഗ്രൂപ്പ് ആക്കി തിരിച്ചത്? വാട്ട് ഇസ് ഗ്രൂപ്പ് സെപ്പറേഷൻ? വാട്ട് യു മീൻ ബൈ ദ ഗ്രൂപ്പ് സെപ്പറേഷൻ? അപ്പൊ നിങ്ങൾ പറയണം, ഇറ്റ്സ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ദ സോലുബിലിറ്റി, അല്ലെ? സോലുബിലിറ്റിയിലുള്ള ഡിഫറൻസ് കാരണമാണ് ഗ്രൂപ്പ് ആക്കി തിരിച്ചിട്ടുള്ളത്. വലിയ ഡീറ്റെയിൽ നിങ്ങൾ പറയണ്ട. അപ്പൊ ഗ്രൂപ്പ് 0 എന്ന് പറയുമ്പോൾ അത് അമോണിയം ആണ് വരിക. ഗ്രൂപ്പ് 1 ലെഡ് ആണ്, Pb2+ ആ വരിക. ഗ്രൂപ്പ് 2 സാധാരണഗതിയിൽ സ്കൂളിൽ വെക്കാറില്ല, Cu2+ ആണ് വരിക. അപൂർവം വെക്കാറുണ്ടായിരിക്കും, നോർമലി വെക്കാറില്ല. ദെൻ ഗ്രൂപ്പ് 3 അലുമിനിയം 3+, ഗ്രൂപ്പ് 4 സിങ്ക് 2+, ആൻഡ് ഗ്രൂപ്പ് 5 രണ്ട് ആൾക്കാരുണ്ട്, ബേരിയം ഉണ്ട്, കാൽഷ്യം ഉണ്ട്. അപ്പം ഡിഗ്രി ലെവലൊക്കെയാണ് നമ്മൾ സ്ട്രോൺഷ്യം ആ ഗ്രൂപ്പിലാണ് വരുന്നത്. ഗ്രൂപ്പ് 6 മാഗ്നീഷ്യം. അപ്പൊ ഓരോ ഗ്രൂപ്പിലും ആരൊക്കെ ഉള്ളതുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. മനസ്സിലായോ? അതായത് ഇപ്പൊ സെക്കൻഡ് ഗ്രൂപ്പിൽ ലെഡ് മാത്രമല്ല ഉള്ളത്, സെക്കൻഡ് ഗ്രൂപ്പിലല്ല, ഫസ്റ്റ് ഗ്രൂപ്പിൽ ഇപ്പൊ സിൽവർ ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് ആ സിലബസിലേക്ക് ഇല്ല. ഓക്കെ, അപ്പൊ അവിടെ ലെഡ് മാത്രമേ പഠിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പം ഓരോ ഗ്രൂപ്പും അതിന്റെ റിയേജന്റ് അറിഞ്ഞിരിക്കണം, ഞാൻ അത് പറയും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആനയോൺസിന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് നോക്കാം. ആനയോൺസിന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ്. അപ്പൊ ഇത് ഇങ്ങനെ തന്നെ നിങ്ങളൊന്ന് ജസ്റ്റ് എഴുതിയെടുക്കുക. നിങ്ങൾ എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന എക്സാം ഷീറ്റിൽ നിങ്ങൾ 3 കോളം വരയ്ക്കണം. ഏതൊക്കെയാണ് 3 കോളം? 3 കോളം വരയ്ക്കുന്നു. ഒന്നാമത്തെ കോളം നിങ്ങളുടെ എക്സ്പെരിമെന്റ് എന്ന് എഴുതുന്നു, എക്സ്പെരിമെന്റ്. അടുത്ത കോളത്തിൽ നിങ്ങൾക്ക് കിട്ടിയ ഒബ്സർവേഷൻ. ലാസ്റ്റ് കോളത്തിൽ ആ ഒരു എക്സ്പെരിമെന്റിന്റെ ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ കൺക്ലൂഷൻ? മേ ബി ദ പ്രസൻസ് ഓഫ് സംതിങ്, ആബ്സെൻസ് ഓഫ് സംതിങ്, അങ്ങനെ പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? ഇൻഫറൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ കോളത്തിൽ എഴുതുന്ന സമയത്ത് എക്സ്പെരിമെന്റ് നമ്മൾ എന്ത് എഴുതും? എന്താണോ നമ്മൾ ചെയ്ത കാര്യം അത് എഴുതും. ഫോർ എക്സാമ്പിൾ, ഞാൻ കാർബണേറ്റ് ആണ് എപ്പോഴും നമ്മൾ കാർബണേറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുക. ഈ ഒരു ഓർഡറിലാണ് നമ്മൾ സാധാരണ ഇതിൽ പോവുക. കാർബണേറ്റ് നമ്മൾ എന്ത് എഴുതും? എ ലിറ്റിൽ ഓഫ് സോൾട്ട് സൊല്യൂഷൻ ഇസ് ആഡഡ് വിത്ത് ഡയലൂട്ട് HCl. ഞാൻ ആ റിയേജന്റ് മാത്രമേ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളൂ, ഡയലൂട്ട് HCl. അപ്പൊ ഡയലൂട്ട് HCl ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ബ്രിസ്ക് എഫറസൻസ് കളർലെസ് ഓർഡർലെസ് ഗ്യാസ്. ഓക്കെ, അങ്ങനെ ഒരു ഗ്യാസ് പുറത്തേക്ക് വരും. എക്സാമിനർ ചോദിക്കാം, നിങ്ങൾ ടീച്ചർ ചോദിക്കാം, ഏതാണ് ആ ഗ്യാസ്? CO2 ആണ് ഗ്യാസ്, ഒന്നും സംശയിക്കേണ്ട, CO2 ആണ്. കാർബണേറ്റിലേക്ക് ആസിഡ് കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ, അതായത് സൾഫ്യൂരിക് ആസിഡോ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഏത് ആസിഡ് ആയിക്കോട്ടെ, അത് വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? CO2 ഉണ്ടാവും. ഇനി അപ്പൊ കാർബണേറ്റ് നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. കാർബണേറ്റ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? അതിന്റെ കൺഫർമേഷൻ നോക്കണം. കാർബണേറ്റിനെ നമ്മൾ എങ്ങനെ കൺഫേം ചെയ്യും? കൺഫേം ചെയ്യാൻ ഒന്നുമില്ല, നമ്മൾ കുറച്ച് ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ അതിലേക്ക് ആഡ് ചെയ്യും. ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ എന്തുണ്ടാവും? എന്താ ഉണ്ടാവുക? കാർബണേറ്റ് ഓൾറെഡി അവിടെ ഉണ്ട്, ബേരിയം അങ്ങോട്ട് ചെല്ലുമ്പോൾ ബേരിയം കാർബണേറ്റ് ഫോം ചെയ്യും, വിച്ച് ഈസ് സോലുബിൾ ഇൻ ഡയലൂട്ട് HCl. സോലുബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ എന്തുണ്ട്? കാർബണേറ്റ് ഉണ്ട്, നിങ്ങൾ അതിലേക്ക് ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്ത് ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്തു. ഓക്കെ, അതിലേക്ക് നമ്മൾ HCl ആഡ് ചെയ്താൽ അവിടുന്ന് എന്ത് ചെയ്യും? ഡിസപ്പിയർ ആവും. അതിനെയാണ് നമ്മൾ സോലുബിൾ എന്ന് പറയാം. അത് ലയിച്ചു പോയി. അപ്പൊ അതാണ് കാർബണേറ്റിന്റെ ഒരു ഐഡന്റിഫിക്കേഷൻ. കൺഫർമേറ്ററി നമ്മൾ പഠിച്ചു. ഐഡന്റിഫിക്കേഷൻ എന്താ? ഡയലൂട്ട് HCl ആഡ് ചെയ്യുന്നു, അപ്പൊ ബ്രിസ്ക് എഫറസൻസ്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്. ഇനി കൺഫർമേറ്ററി എന്താ? സോൾട്ട് എടുക്കുന്നു, അതിലേക്ക് സോൾട്ട് സൊല്യൂഷൻ എടുക്കുന്നു, അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യുന്നു, അത് എന്ത് ചെയ്യുന്നു? ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നു. അത് എന്തിന് സോലുബിൾ ആണ്? HCl സോലുബിൾ ആണ്. അടുത്തത് അസറ്റേറ്റ് വളരെ എളുപ്പമാണ്. നമ്മൾ വാച്ച് ഗ്ലാസ്സിൽ നമ്മൾ സോൾട്ട് എടുക്കുക, അസറ്റേറ്റ് കണ്ടുപിടിക്കാം. കാർബണേറ്റ് ഇല്ലെങ്കിൽ മാത്രം നമ്മൾ അസറ്റേറ്റിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. കാർബണേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കാർബണേറ്റിന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ഫോർ CO3 എന്ന് എഴുതാം, CO3 കാർബണേറ്റ് അയോൺ എന്ന് എഴുതാം. എന്നിട്ട് ഐഡന്റിഫിക്കേഷൻ എഴുതുന്നു, കൺഫർമേറ്ററി എഴുതുന്നു, എന്നിട്ട് താഴെ നിങ്ങൾ കൊടുക്കുന്നു ദ ഗിവൺ സോൾട്ട് കണ്ടെയ്ൻസ് CO3 ആസ് ആനയോൺ. മനസ്സിലായോ? അപ്പൊ കാർബണേറ്റ് ഇല്ല, ഈ ബ്രിസ്ക് എഫറസൻസ് വന്നില്ലേ, പിന്നെ കൺഫർമേറ്ററിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇവിടെ തന്നെ അത് ഉപേക്ഷിച്ചു, അസറ്റേറ്റിലേക്ക് പോയി. അസറ്റേറ്റ് എങ്ങനെയാണ്? നമ്മൾ വാച്ച് ഗ്ലാസ് എടുക്കുന്നു, ഒരു വാച്ച് ഗ്ലാസ് ചെറിയൊരു പാത്രമാണ്, ചെറിയൊരു പാത്രം എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു സർഫസ് അല്ലെ, അതിലേക്ക് നമ്മൾ സോൾട്ട് ഇടുന്നു, ഡയലൂട്ട് H2SO4 നമ്മൾ ആഡ് ചെയ്യുന്നു, എന്നിട്ട് അത് പേസ്റ്റ് പോലെ നമ്മൾ നേരത്തെ ഫ്ലെയിം ടെസ്റ്റ് പറഞ്ഞ പോലെ പേസ്റ്റ് പോലെ ആക്കിയിട്ട് നമ്മൾ സ്മെല് ചെയ്ത് നോക്കുന്നു. സ്മെല് ചെയ്ത് നോക്കുമ്പോൾ എന്ത് സ്മെൽ ഉണ്ടാവും? വിനെഗർ സ്മെൽ ഉണ്ടാവും. ഓക്കെ, വിനെഗറിന്റെ സ്മെൽ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അത് എന്താണ്? അസറ്റേറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അസറ്റേറ്റ് നമ്മൾ എങ്ങനെ കൺഫേം ചെയ്യും? 2 റിയാക്ഷൻ നമുക്ക് അസറ്റേറ്റ് കൺഫേം ചെയ്യാൻ യൂസ് ചെയ്യാം. സിമ്പിൾ ആയിട്ടുള്ള ഒന്നെന്ന് പറഞ്ഞാൽ നമ്മളെ സോൾട്ടിലേക്ക് ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യാം, ന്യൂട്രൽ FeCl3. അപ്പൊ നമുക്കൊരു ഡീപ്പ് റെഡ് കളർ കിട്ടും, ഡീപ്പ് റെഡ് കളർ. അപ്പൊ നമുക്ക് മനസ്സിലായി എന്താണ് ഇത്? അസറ്റേറ്റ് ആണ് മനസ്സിലായി. ഇതല്ലെങ്കിൽ, അപ്പൊ ഇതാണ് നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുക. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ എസ്റ്ററിഫിക്കേഷൻ ചെയ്യാം. എന്താണ് എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ? എസ്റ്റർ ഫോം ചെയ്യുന്ന റിയാക്ഷൻ. ഈ കോമ്പൗണ്ടിലേക്ക് നിങ്ങൾ കുറച്ച് എത്തനോൾ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഹീറ്റ് ചെയ്യുക. വാട്ടർ ബാത്തിലാണ്
നിങ്ങൾ ഹീറ്റ് ചെയ്യേണ്ടത്. വാട്ടർ ബാത്ത് പറഞ്ഞാൽ നമ്മളൊരു ബർണർ നമ്മുടെ കയ്യിലുണ്ട് അല്ലെ, നമ്മളെ ലാബിൽ ബർണർ ഉണ്ട്, അതിന്റെ മുകളിൽ നമ്മൾ വാട്ടർ ബോയിൽ ചെയ്യിപ്പിക്കാൻ വെക്കും, എന്നിട്ട് അതിൽ ഇറക്കി വെക്കും നിങ്ങൾ ടെസ്റ്റ് ട്യൂബ് കണ്ടെയ്നിങ് നമ്മുടെ അസറ്റേറ്റ് ആൻഡ് എത്തനോൾ അല്ലെ, നമ്മൾ കുറച്ച് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് എന്ത് ചെയ്യുക, അസറ്റേറ്റിനെ നമ്മൾ കൺഫേം ചെയ്യുക. ഏതെങ്കിലും ഒരു ടെസ്റ്റ് പഠിച്ചു വെക്കുക. ഐഡന്റിഫിക്കേഷൻ ഒന്ന്, കൺഫർമേറ്ററി ഒന്ന്. ഐഡന്റിഫിക്കേഷൻ എന്താ, ഡയലൂട്ട് H2SO4 ആഡ് ചെയ്യുന്നു, അപ്പൊ വിനെഗർ സ്മെല്ല്. കൺഫർമേറ്ററി ന്യൂട്രൽ ഫെറിക്ലോറൈഡ്, വേറെ ഒന്നുമില്ല, വേറെ ഹീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല, എസ്റ്ററിഫിക്കേഷനിലാണ് ഹീറ്റിംഗ് വരുന്നത്. അടുത്ത് ക്ലോറൈഡ്. ക്ലോറൈഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? ഓക്കെ, അപ്പം ക്ലോറൈഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് കോൺസെൻട്രേറ്റഡ് H2SO4 ആഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ക്ലോറിൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള സാധനത്തിലേക്ക് H2SO4 ആഡ് ചെയ്യുമ്പോൾ അവിടെ HCl ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പം അതൊന്ന് ഓർത്ത് വെക്കണം. നിങ്ങളുടെ കയ്യിൽ ഒരു ക്ലോറിൻ കണ്ടെയ്നിങ് എന്തെങ്കിലും സാധനം, ഇപ്പൊ NaCl CaCl ക്ലോറിൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള സാധനം ഉണ്ട്, Cl- ഉണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ H2SO4 ആഡ് ചെയ്യുമ്പോൾ യു ഗോട്ട് HCl. ഓക്കെ, 2HCl. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ NaCl ഉണ്ടെന്ന് വിചാരിക്കാം, NaHSO4. ഓക്കെ, HCl പ്ലസ് NaHSO4. ഈ HCl പിന്നെ ഒരു കാര്യം കൂടെ അവിടെ പറയുന്നുണ്ട്, നമ്മൾ ഹീറ്റ് ചെയ്താൽ മാത്രം പോരാ, പിന്നെ എന്ത് ചെയ്യണം, NH4OH അമോണിയം ഹൈഡ്രോക്സൈഡിൽ ഡിപ്പ് ചെയ്തിട്ടുള്ള റോഡ് കാണിക്കണം, ഒരു ഗ്ലാസ് റോഡ് കാണിക്കണം. അപ്പൊ ഡെൻസ് വൈറ്റ് ഫ്യൂംസ് ഉണ്ടാവും. ഓക്കെ, എന്തുകൊണ്ടാ, HCl അമോണിയ ആയിട്ട് റിയാക്ട് ചെയ്യും. HCl റിയാക്ട് വിത്ത് അമോണിയ അല്ലെങ്കിൽ അമോണിയം ഹൈഡ്രോക്സൈഡ് എന്ത് ഫോം ചെയ്യും, NH4Cl ഫോം ചെയ്യും. ഇതാണ് ഡെൻസ് വൈറ്റ് ഫ്യൂംസിന് കാരണം, പ്ലസ് H2O. അപ്പം ഇങ്ങനെ നിങ്ങൾ എഴുതി പഠിക്കാൻ നോക്കുക, കാരണം ഈ ഒരു റിയാക്ഷൻ പഠിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഏത് ടൈപ്പ് വൈവ ക്വസ്റ്റ്യൻസ് എന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം അതാണ് അയാളുടെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ്. കൺഫർമേറ്ററി എന്താ നോക്കാം. കൺഫർമേറ്ററി എന്താണ്, നമ്മളെ സോൾട്ട് ഉള്ള ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ ഡയലൂട്ട് HNO3 ആഡ് ചെയ്യും, എന്നിട്ട് നമ്മൾ കുറച്ചൊന്ന് ഹീറ്റ് ചെയ്യും, ബോയിൽ ചെയ്ത് ഹീറ്റ് ചെയ്താൽ മതി. എന്നിട്ട് AgNO3 സൊല്യൂഷൻ ആഡ് ചെയ്യും, ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. ആ ഫോം ചെയ്യുന്ന പ്രസിപ്പിറ്റേറ്റ് സിൽവർ ക്ലോറൈഡ് ആണ്, AgCl ആണ്. ഓക്കെ, ഇപ്പൊ NaCl നിങ്ങൾ AgNO3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ഗോട്ട് ദ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് ആണ് NaNO3 പ്ലസ് AgCl. അപ്പൊ AgCl ആണ് ഈ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത്. ഇതൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. നൈട്രേറ്റ് നമ്മൾ വളരെ എളുപ്പമാണ്, നമ്മളൊന്ന് ബോയിൽ ചെയ്യിപ്പിക്കും കോൺസെൻട്രേറ്റഡ് H2SO4 ആയിട്ട്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കാണാം, കുപ്പിയസ് എവല്യൂഷൻ ഓഫ് ബ്രൗൺ ഗ്യാസ്. ഒരു ബ്രൗൺ ഗ്യാസ് അവിടെ നിന്ന് ഇങ്ങനെ വരുന്നുണ്ടാവും, ഭയങ്കരമായിട്ട് കാണാൻ പറ്റും നമുക്ക്. ടെസ്റ്റ് ട്യൂബിന്റെ ആ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ആ ഒരു സർഫസ് കൂടെ തന്നെ നമുക്ക് കാണാൻ പറ്റും. അതൊരിക്കലും നിങ്ങൾ പോയിട്ട് വല്ലാണ്ട് ഇൻഹെയിൽ ചെയ്തെടുക്കരുത്. ദാറ്റ്സ് നൈട്രജൻ ഡയോക്സൈഡ് ഗ്യാസ്, NO2 ഗ്യാസ് ആണ്, വളരെ അത്യാവശ്യം ടോക്സിക് ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ്. ഇനി നൈട്രേറ്റിന്റെ കൺഫർമേഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ബ്രൗൺ റിംഗ് ടെസ്റ്റ് ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ടെസ്റ്റ് ആണ്, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെസ്റ്റ് ആണ് നൈട്രേറ്റ്. ഒരുപാട് വൈവൊക്കെ ചോദിക്കാറുണ്ട്, ഇപ്പൊ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിൽ പോലും ബ്രൗൺ റിംഗ് ടെസ്റ്റിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ അത് എങ്ങനെയാ ചെയ്യാന്ന് വെച്ചാല്, നമ്മളിൽ സോൾട്ട് ഉണ്ട് അല്ലെ, സോൾട്ടിന്റെ സൊല്യൂഷൻ എടുക്കുക ആൻഡ് FeSO4 ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കുക. രണ്ടും ഈക്വൽ വോളിയം എടുക്കണം. ഈക്വൽ വോളിയം എന്ന് പറഞ്ഞാൽ കറക്റ്റ് നിങ്ങൾ വോളിയം നോക്കണം, ഏകദേശം ടെസ്റ്റ് ട്യൂബ് രണ്ട് ടെസ്റ്റ് ട്യൂബിലായിട്ട് ഈക്വൽ ആയിട്ട് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, രണ്ടും മിക്സ് ചെയ്യുക. മിക്സ് ചെയ്താൽ മാത്രം പോരാ, എന്ത് ചെയ്യണം, H2SO4 സൾഫ്യൂരിക് ആസിഡ് കോൺസെൻട്രേറ്റഡ് H2SO4 ഡ്രോപ്പ് ആയിട്ട് അതിന്റെ സൈഡിൽ കൂടെ ഒഴിക്കുക. അപ്പൊ ഈ രണ്ടും കൂടി ചേരുന്ന ആ ഒരു ജംഗ്ഷനിൽ ഒരു ബ്രൗൺ റിംഗ് ഇങ്ങനെ ഫോം ചെയ്യും. അപ്പൊ നിങ്ങളുടെ ബ്രൗൺ റിംഗ് എന്താണ് കോമ്പൗണ്ട് എന്ന് ചോദിക്കൂല, ഇൻ കേസ് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാനും പറ്റണം, അതൊരു കോർഡിനേഷൻ കോംപ്ലക്സ് ആണ്. കോർഡിനേഷൻ കോംപ്ലക്സിനെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, കോർഡിനേഷൻ കോമ്പൗണ്ട്സ് അല്ലെ. ആ ഒരു അയണിന്റെ കോർഡിനേഷൻ കോംപ്ലക്സ് ആണ് വരുന്നത്. ഓക്കെ, FeH2O ബ്രൗൺ റിംഗ് ഏതാന്നുള്ളത് ചോദിക്കാം. FeH2O5 NO, ഇതിനെയാണ് നമ്മൾ ബ്രൗൺ റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് സൾഫേറ്റിന്റെ ടെസ്റ്റ് നിങ്ങൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നുണ്ടാവും. സൾഫേറ്റിനെ ഐഡന്റിഫൈ ചെയ്യുന്ന മെത്തേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് സൾഫേറ്റിലേക്ക് നമ്മൾ കാർബണേറ്റിന്റെ കൺഫർമേറ്ററി ചെയ്ത അതേ എക്സ്പെരിമെന്റ് ബേരിയം ക്ലോറൈഡിന്റെ സൊല്യൂഷൻ ആഡ് ചെയ്യും. അപ്പൊ എന്ത് കിട്ടും, ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. പക്ഷെ ഇവിടെ എന്താണ്, ഇൻസോല്യൂബിൾ ആണ്. നമ്മൾ നേരത്തെ ഡയലൂട്ട് HCl ആഡ് ചെയ്തപ്പോൾ അത് അങ്ങ് എന്തായി ലയിച്ചു പോയി അല്ലെ, സോല്യൂബിൾ ആണ്. പക്ഷെ ഇത് ഇൻസോല്യൂബിൾ ആണ്. അപ്പൊ അത് ടെസ്റ്റ് വളരെ എളുപ്പമാണ്. സൾഫേറ്റിന്റെ കൺഫർമേറ്ററി വളരെ എളുപ്പമാണ്. ലെഡ് അസറ്റേറ്റ് സൊല്യൂഷൻ നമ്മൾ ആഡ് ചെയ്യുക. സം ടൈംസ് ഇത് ഫെയിൽ ആവാറുണ്ട്, ലെഡ് അസറ്റേറ്റ് അത്ര പ്യുവർ അല്ല എന്നുണ്ടെങ്കിൽ ഇത് ഫെയിൽ ആവാറുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. ഇനി നിങ്ങൾ ഫെയിൽ ആയി എന്ന് വിചാരിച്ച് പേടിക്കൊന്നും വേണ്ട, ഒട്ടും പാനിക് ആവേണ്ട ആവശ്യമില്ല. ലെഡ് അസറ്റേറ്റിന്റെ പ്യുവർ ബോട്ടിൽ നമ്മളെ ലാബുകളിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണ്ട സൊല്യൂഷൻ വളരെ കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെ, ഒരു ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് അതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് ഉണ്ടാക്കിയെടുത്ത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ കുട്ടികൾക്ക് എപ്പോഴും ബുദ്ധിമുട്ട് പറയുന്ന ഒരു സോൾട്ട്, ഒരു അയനയോൺ ആണ് ഒന്ന് ക്ലോറൈഡ്.
ക്ലോറൈഡ് ചിലർ കിട്ടാറില്ല. കാരണം കൺഫർമേറ്ററിയിൽ നമ്മൾ ഇവിടെ സൊല്യൂഷൻ എടുക്കുന്ന സമയത്ത് ഓക്കെ, കൺഫർമേറ്ററിയിൽ നമ്മൾ പറഞ്ഞില്ലേ സൊല്യൂഷൻ എടുത്ത് ഇത് ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന വാട്ടറിൽ ക്ലോറിൻ ഉണ്ടാവും. ഓക്കെ, ക്ലോറിനേറ്റഡ് വാട്ടർ ആയിരിക്കും നിങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ക്ലോറിൻ അവിടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. പറഞ്ഞ മനസ്സിലായോ? അതായത് ക്ലോറിൻ നിങ്ങളെ സോൾട്ടിലുള്ള ആ ക്ലോറിൻ നമുക്ക് വേണ്ടത്. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഈ സാൾട്ട് സൊല്യൂഷൻ അവിടെ യൂസ് ചെയ്യുന്നത്, ആ സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ എടുത്ത വെള്ളത്തിൽ ക്ലോറിൻ ഉണ്ട്, അതും അവിടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അപ്പൊ മൊത്തം കൺഫ്യൂഷൻ ആവും. അപ്പൊ ഒന്ന് വൃത്തിക്ക് നോക്കുക. അപ്പൊ കാർബണേറ്റിന്റെ ഐഡന്റിഫിക്കേഷൻ എന്താണ്? ഡയലൂട്ട് HCl, ബ്രിസ്ക് എഫറോസൻസ്, അങ്ങനെ തന്നെ എഴുതി പഠിക്കുക കേട്ടോ. പിന്നെ അസറ്റേറ്റ്, ഡയലൂട്ട് H2SO4, വിനെഗർ സ്മെല്ല്. തേർഡ് ക്ലോറൈഡ് എന്താണ്? കുറച്ചൊരു H2SO4 ആഡ് ചെയ്യുന്നു, NH4OH ഡിപ്പ് ചെയ്തിട്ടുള്ള റോഡ് കാണിക്കുന്നു, വൈറ്റ് ഡെൻസ് ഫ്യൂംസ്. നൈട്രേറ്റ് നമ്മൾ കോൺസെൻട്രേറ്റ് H2SO4 ജസ്റ്റ് ബോയിൽ ചെയ്യുന്നു, അപ്പം കുപ്പീസ് എവല്യൂഷൻ ഓഫ് ബ്രൗൺ ഗ്യാസ്. ഗ്യാസ് ഏതാന്ന് ചോദിക്കാം. പിന്നെ ഇവിടെ എന്തുകൊണ്ട് ഇത് ഇൻസോല്യൂബിൾ ആണെന്ന് ചോദിക്കാം വേണമെങ്കിൽ. അതായത് ബേരിയം സൾഫേറ്റ് എവിടെ ഉണ്ടാവുന്ന പ്രസിപ്പിറ്റേറ്റ്, ഈ സൾഫേറ്റിന്റെ ഐഡന്റിഫിക്കേഷനിൽ. അപ്പൊ അത് എന്ന് പറഞ്ഞാൽ അത് എന്താ, HCl സോല്യൂബിൾ അല്ല, പക്ഷെ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. ഓക്കെ, ബേരിയം സൾഫേറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ആനയോൺസിന്റെ ഐഡന്റിഫിക്കേഷനും കൺഫോർമേറ്ററിയും. അപ്പൊ ഇവിടെ ഡീപ്പ്, ചില വർഷങ്ങളിൽ ഇവിടെ ഡീപ്പ് റെഡ് കളർ വരാനുള്ള കാരണം എന്താന്നൊക്കെ ചോദിക്കും. ഇപ്പൊ നീറ്റ് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് അസറ്റൈന്റെ കൺഫർമേറ്ററി ആണ് FeCl3 ആഡ് ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പൊ അതൊന്നും ജസ്റ്റ് ഞാൻ പറയാം. അപ്പൊ നീറ്റിലൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. FeCl3 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ജസ്റ്റ് ഒരു സ്ട്രക്ചർ വരയ്ക്കുന്നതേ ഉള്ളൂ കേട്ടോ, വെറുതെ സ്ട്രക്ചർ വരയ്ക്കുകയാണ്. FeCl3 എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇനി നമ്മൾ അസറ്റേറ്റിലേക്കാണ് അത് ആഡ് ചെയ്തത്. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ 3 മോളിക്യൂൾ ഓഫ് അസറ്റേറ്റ് ഈ Feയുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഈ ക്ലോറിന് പകരമൊക്കെ അസറ്റേറ്റ് വരും. ഓക്കെ, നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും, CH3COO ത്രൈസ് Fe റെപ്രസെന്റ്. ക്ലോറിൻ മാറിയിട്ട് അവിടെ ആര് വരും? അസറ്റേറ്റ് വരും. അപ്പൊ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ബ്രൗൺ റിംഗ് ടെസ്റ്റ് മറന്നു പോകാതിരിക്കുക കേട്ടോ. ഫ്രഷ്ലി പ്രിപ്പയർഡ് തന്നെ വേണം. ഞാൻ പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ, നിങ്ങളുടെ ലാബിൽ ഫ്രഷ്ലി പ്രിപ്പയർഡ് അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ ഉടനെ എന്ത് ചെയ്യുക, ബോട്ടിൽ പോയി വാങ്ങുക. ബോട്ടിൽ നിങ്ങളെ ലാബ് അസിസ്റ്റന്റിനോട് പറഞ്ഞിട്ട് നിങ്ങൾ വാങ്ങുക. എന്നിട്ട് അതിന് ഒരു വളരെ കുറഞ്ഞ എമൗണ്ട് എടുത്ത് നിങ്ങളെ ടെസ്റ്റ് ട്യൂബിൽ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അപ്പൊ പിന്നെ അത് ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയി, വേറെ ഒന്നും നോക്കാനല്ല. അപ്പം ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ ആനയോൺസിന്റെ ഐഡന്റിഫിക്കേഷനും കൺഫർമേറ്ററിയും ചെയ്യാം. അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മളെ കാർബണേറ്റിന്റെ ടെസ്റ്റ് ആണ്. സോ നമ്മളെ കയ്യിൽ സോഡിയം കാർബണേറ്റ് ഉണ്ട്. സോ അതിന്റെ ടെസ്റ്റ് ആണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമ്മൾ വളരെ കുറഞ്ഞ എമൗണ്ട് സോഡിയം കാർബണേറ്റിന്റെ സോൾട്ട്, ഏത് കാർബണേറ്റ് ആയാലും കുഴപ്പമില്ല. ഓക്കെ, സോഡിയം കാർബണേറ്റിന്റെ സോൾട്ട് എടുത്തു. ഓക്കെ, കുറഞ്ഞ എമൗണ്ട് മതി. ഓക്കെ, അപ്പൊ ആനയോൺസിന്റെ ടെസ്റ്റ് ചെയ്യുമ്പോൾ സൊല്യൂഷൻ ആക്കണമെന്നില്ല, അത് നിങ്ങളെ കംഫർട്ട് ആണ്. മേ ബി നിങ്ങൾക്ക് സൊല്യൂഷൻ ആയിട്ട് ചെയ്യാം. കാറ്റയോൺസിനാണ് നമ്മൾ മെയിൻ ആയിട്ട് സൊല്യൂഷൻ എടുക്കുക. ഇതിലേക്ക് നമ്മൾ ഡയലൂട്ട് HCl ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കാം, ഡയലൂട്ട് HCl ഡ്രോപ്പ് വൈസ് ആഡ് ചെയ്യുമ്പോൾ നോക്കുക എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ ബ്രിസ്ക് എഫറോസൻസ് എന്ന് പറയുക. ഒരു ഗ്യാസ് ഇവിടുന്ന് ഇവോൾവ് ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. അത് ഏതാണ് ഗ്യാസ് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് വൈവൊക്കെ എക്സ്പെക്ട് ചെയ്യാം. അത് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഇവോൾവ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് കാർബണേറ്റിന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ്. അപ്പൊ നിങ്ങളെ ബുക്കിൽ നിങ്ങൾ എഴുതേണ്ടത്, നിങ്ങളെ എക്സ്പെരിമെന്റ് പാർട്ടിൽ നിങ്ങൾ എക്സ്പെരിമെന്റ് എഴുതി സോൾട്ടിലേക്ക് നമ്മൾ ഡയലൂട്ട് HCl ആഡ് ചെയ്യുന്നുള്ളതാണ് നമ്മുടെ എക്സ്പെരിമെന്റ്. ഒബ്സർവേഷൻ എന്താ? ബ്രിസ്ക് എഫറോസൻസ്, കളർലെസ്, ഓർഡർലെസ് എവല്യൂഷൻ ഓഫ് ഗ്യാസ്. ഓക്കെ, ഫൈനലി ഇൻഫറൻസ് എന്താ? പ്രസൻസ് ഓഫ് കാർബണേറ്റ് ഐഡന്റിഫൈഡ്. അത് തന്നെ എഴുതണം, 4 മാർക്ക് കിട്ടുള്ളൂ. ഇനി ഇതിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഈ ടെസ്റ്റ് ട്യൂബ് വാഷ് ചെയ്തിട്ട് ഇതിൽ നമ്മൾ കാർബണേറ്റിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ്. ഓക്കെ ഓക്കെ അപ്പൊ ഇതില് നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമ്മളെ സോഡിയം കാർബണേറ്റ് സോൾട്ട് തന്നെയാണ്. അപ്പം അതിൽ നമ്മൾ അതിന്റെ സോൾട്ട് എടുക്കുന്നു, കുറഞ്ഞ എമൗണ്ട് മതി. ഇത് ചെയ്യുമ്പോൾ ബെറ്റർ നിങ്ങൾ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്നതാണ് ബെറ്റർ. കാരണം നമ്മളിപ്പോൾ ഈ സോൾട്ട് ഇട്ടപ്പോൾ തന്നെ നമുക്കറിയാം അത് പല സൈഡിലായിട്ട് പറ്റി പിടിച്ചിരിക്കുന്നൊക്കെ ഉണ്ട്. നമുക്ക് കുറച്ച് വാട്ടർ ഒഴിച്ചിട്ട് ആ സോൾട്ടിനെ താഴേക്ക് എത്തിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? കാർബണേറ്റിന്റെ സൊല്യൂഷൻ കിട്ടി. ഇനി ഇതിലേക്ക് നമ്മൾ ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യണം. ഓക്കെ, ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ നമ്മളിൽ ഉണ്ട്. ശ്രദ്ധിക്കുക, പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നത് കറക്റ്റ് നോട്ട് ചെയ്യുക. ഓക്കെ, ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്, ഭയങ്കര തിക്കായിട്ടുള്ള ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ഈ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്താൽ മാത്രം പോരാ, ഇതിലേക്ക് നമ്മൾ ഡയലൂട്ട് HCl ഒഴിക്കുന്ന സമയത്ത് ഇത് ഡിസോൾവ് ആവുന്നുണ്ടോ എന്നും കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിലേക്ക് നമ്മൾ ഡയലൂട്ട് HCl ഒഴിച്ചു നോക്കാം. ഡയലൂട്ട് HCl ഞാൻ ഡ്രോപ്പറിൽ എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഒഴിച്ചു നോക്കാം.
നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇതിലുള്ള പ്രസിപ്പിറ്റേറ്റ് പതുക്കെ അത് ഡിസോൾവ് ചെയ്ത് ആ ഡയലൂട്ട് HCl ഡിസോൾവ് ചെയ്തിട്ട് അവിടെ ആ പ്രസിപ്പിറ്റേറ്റ് പതുക്കെ ഡിസപ്പിയർ ചെയ്യുന്നത് കാണുന്നുണ്ട്. നമ്മൾ എത്രത്തോളം HCl ഒഴിക്കുന്നത് അത്രത്തോളം സ്പീഡിൽ കാര്യങ്ങൾ നടക്കുന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ മാക്സിമം നിങ്ങൾ ടെസ്റ്റ് ട്യൂബിൽ ചെയ്യുമ്പോൾ മാക്സിമം ഇത്ര കെമിക്കൽ നിങ്ങൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ മാക്സിമം. ഓക്കെ, അപ്പൊ ഇതിലുള്ള കാർബണേറ്റ് ഒക്കെ എന്തായിട്ടുണ്ട്, പതുക്കെ HCl ഡിസോൾവ് ചെയ്തിട്ടുണ്ട്, ബ്രിസ്ക് എഫറസൻസ് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഉണ്ടായ കോമ്പൗണ്ട് ഏതാണെന്ന് ചോദിക്കാം. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്തപ്പോൾ ബേരിയം കാർബണേറ്റ് ആണ്. ബേരിയം കാർബണേറ്റ് വിൽ ഡിസോൾവ് ഇൻ ഡയലൂട്ട് HCl. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റ് നിങ്ങളെ മനസ്സിലുണ്ടാവും. അപ്പൊ ഇതാണ് കാർബണേറ്റിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ്. അപ്പൊ ഈ റിയാക്ഷൻ നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങളെ ഇൻഫറൻസിൽ നിങ്ങൾ എഴുതേണ്ടത് പ്രസൻസ് ഓഫ് കാർബണേറ്റ് കൺഫേം. സോ ആനോൺ അവിടെ കൺഫേം ആയി. ഓക്കെ, അപ്പം കാർബണേറ്റിന്റെ ടെസ്റ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ അസറ്റേറ്റിന്റെ ടെസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് ചെയ്യാം. ഓക്കെ, അസറ്റേറ്റിന്റെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന സോൾട്ട് എന്ന് പറഞ്ഞാൽ അമോണിയം അസറ്റേറ്റ് എന്ന് പറയുന്ന സോൾട്ട് ആണ് നമ്മൾ എടുക്കുന്നത്, അമോണിയം അസറ്റേറ്റ്. ഓക്കെ, ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഒരു വാച്ച് ഗ്ലാസ് നിങ്ങൾ എടുക്കുക. ഒരു വാച്ച് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ചെറിയ സൈസ് പലതുണ്ടാവും. അപ്പം ഈ വാച്ച് ഗ്ലാസ്സിലേക്ക് നമ്മൾ കുറച്ച് അമോണിയം അസറ്റേറ്റ് ആഡ് ചെയ്യാണ്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ ഒരു പിഞ്ച് എന്നൊക്കെ നമ്മൾ പറയാം, ഒരു നുള്ളു എന്നൊക്കെ നമ്മൾ പറയില്ല. അങ്ങനെ വളരെ കുറഞ്ഞ എമൗണ്ടിൽ മാത്രം അമോണിയം അസറ്റേറ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഡയലൂട്ട് സൾഫ്യൂരിക് ആസിഡ്, ഡയലൂട്ട് HCl ആയിരുന്നു നേരത്തെ കാർബണേറ്റിൽ ആഡ് ചെയ്തത്. അപ്പൊ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഡയലൂട്ട് സൾഫ്യൂരിക് ആസിഡ് H2SO4 ആണ്. നമുക്ക് ഡയലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഇവിടെ ഉണ്ട്. ഒരു ഡ്രോപ്പർ യൂസ് ചെയ്ത് കെയർഫുള്ളി നമ്മൾ അത് എടുക്കുന്നു. ഓക്കെ, ഒരു കുറച്ച്, അതായത് ഈ ഒരു പിഞ്ച് നമ്മൾ എടുത്ത ഒരു പിഞ്ച് ഒന്ന് ഡിസോൾവ് ചെയ്യാൻ മാത്രം ആയി കഴിഞ്ഞാൽ നമുക്കത് മതി. ആ ഒരു അളവിൽ കണക്കാക്കി എടുത്താൽ മതി. എന്നിട്ട് ഒരു ഗ്ലാസ് റോഡ് യൂസ് ചെയ്തിട്ട് ഇതിനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതിലൊരു ഡിസോൾവ് ആയ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇവിടുന്ന് ഒരു സ്മെല്ല് വരുന്നുണ്ടോ എന്ന് പതുക്കെ നമ്മളൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കുക. ഓക്കെ, എനിക്കൊരു അസറ്റേറ്റിന്റെ, അതായത് വിനെഗർ സ്മെല്ല്, അസറ്റിക് ആസിഡിന്റെ സ്മെല്ല് എനിക്ക് വരുന്നുണ്ട്. അപ്പം സ്മെല്ല് നിങ്ങൾക്ക് കിട്ടൂല അല്ലെ? അപ്പം നിങ്ങൾക്ക് ഇവിടെ അസറ്റിക് ആസിഡിന്റെ സ്മെല്ല് വരുന്നുണ്ട്, വിനെഗർ സ്മെല്ല് നന്നായിട്ട് വരുന്നുണ്ട്. അപ്പം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലെഡ് അസറ്റേറ്റ് പോലുള്ള സാധനങ്ങൾ, ഇപ്പൊ ഞാൻ എടുത്ത അമോണിയം അസറ്റേറ്റ് ആണല്ലോ, അത് പെട്ടെന്ന് തന്നെ നമുക്ക് സ്മെല്ല് കിട്ടും, വലിയ കുഴപ്പമുണ്ടാവില്ല. അതേസമയം ലെഡ് അസറ്റേറ്റിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് അത് സ്മെല്ല് കിട്ടാൻ കുറച്ച് പണി. അപ്പൊ നിങ്ങൾ ഈ റബ്ബിങ് കുറച്ച് എന്ത് ചെയ്യണം, ഒന്ന് കാര്യക്ഷമമായിട്ട് റബ്ബ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കിട്ടുള്ളൂ. നന്നായിട്ട് ഡിസോൾവ് ചെയ്തതായാലും മാത്രമേ ആ ടെസ്റ്റ് കിട്ടുള്ളൂ. അപ്പം ചില കുട്ടികൾ പറഞ്ഞേക്കാം ടെസ്റ്റ് കിട്ടുന്നില്ല എന്നുള്ളത്. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. H2SO4 ഡയലൂട്ട് H2SO4 ആണ് ആഡ് ചെയ്യേണ്ടത്, കോൺസെൻട്രേറ്റഡ് അല്ല. കോൺസെൻട്രേറ്റഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അപകടം ഉണ്ടാക്കും കേട്ടോ. ഡയലൂട്ട് HCl ജസ്റ്റുകളൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കുക, അസറ്റിക് ആസിഡിന്റെ സ്മെല്ല് കിട്ടിയ സ്റ്റോപ്പ്. അപ്പൊ അതാണ് പ്രസൻസ് ഓഫ് അസറ്റേറ്റ് ഐഡന്റിഫൈഡ്. ഓക്കെ, ഇനി നമ്മളിത് ഒഴിവാക്കുകയാണ്. ഇനി നമ്മൾ കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യാണ്, അസറ്റേറ്റിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ്. അസറ്റേറ്റിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 ടെസ്റ്റുകളുണ്ട്. ഏതെങ്കിലും ഒരു ടെസ്റ്റ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഒന്ന് ന്യൂട്രൽ ഫെറിക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. വേറൊരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എസ്റ്ററിഫിക്കേഷൻ ആണ്. എസ്റ്ററിഫിക്കേഷൻ ടെസ്റ്റ് കുറച്ചുകൂടി ഡേഞ്ചറസ് ആണ്. അതെന്ന് വെച്ചാൽ ഹീറ്റ് ചെയ്യുന്ന ഒരു പ്രശ്നം വരുന്നുണ്ട്. പിന്നെ എത്തനോൾ കണ്ടെയ്നിങ് ആയതുകൊണ്ട് തന്നെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതുപോലെ റിസൾട്ട് അങ്ങനെ കിട്ടുന്നത് വളരെ ചുരുക്കമാണ്. നമ്മൾ ആ ഹീറ്റിംഗ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അമോണിയം അസറ്റേറ്റ് തന്നെയാണ് നമ്മൾ ഇവിടെ എടുക്കുക. കാരണം അസറ്റേറ്റിന്റെ ടെസ്റ്റ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. സോ നമ്മൾ അസറ്റേറ്റ് എടുത്തു, അത് ഈ പറഞ്ഞ പോലെ വളരെ കുറഞ്ഞ അളവിൽ നമ്മൾ എടുത്തു. ഓക്കെ, കുറഞ്ഞ എമൗണ്ട് എടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒന്ന് സൊല്യൂഷൻ ആക്കി കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു സൊല്യൂഷൻ ആക്കി കൊടുക്കാം. ജസ്റ്റ് ഓക്കെ, ഒരു സൊല്യൂഷൻ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ന്യൂട്രൽ ഫെറിക്ലോറൈഡ് സൊല്യൂഷൻ, ഫ്രഷ്ലി പ്രിപ്പയർഡ് ആവുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പൊ ഇത് ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചതാണ്. അപ്പൊ അതിലേക്ക് ഞാൻ ന്യൂട്രൽ ഫെറിക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യാണ്. സോ ആ കളർ ചേഞ്ച് മനസ്സിലാക്കുക. റെഡ് കളർ അല്ലെ, ഇതിന്റെ കളർ അല്ല, ഇത് 2 കളറും സെയിം ആണോ? അല്ല അല്ലെ. അപ്പൊ ഇതിന്റെ ഒരു റെഡ് കളർ വന്നിട്ടുണ്ട് അല്ലെ, റെഡ് കളറേഷൻ, റെഡ് പ്രസിപ്പിറ്റേറ്റ് ഒരു റെഡ് കളറേഷൻ ആണ് ഇവിടെ ഉണ്ടാവുക. അപ്പൊ ഇവിടെ ഉണ്ടായ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ അസറ്റേറ്റ് ആണ്, അസറ്റേറ്റ്, ഫെറിക് അസറ്റേറ്റ് ആണ് ഉണ്ടായിട്ടുള്ളത്. സോ ഇതാണ് ഇതിന്റെ ടെസ്റ്റ്. ഇത് വളരെ സിമ്പിൾ ടെസ്റ്റ് ആണ്. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് അസറ്റിക് ആസിഡിന്റെ സ്മെല്ല് കിട്ടി, ഈ ടെസ്റ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒന്നും പേടിക്കാനില്ല. ഫെറിക്ലോറൈഡിന്റെ സോൾട്ട് നിങ്ങളുടെ ലാബിൽ ഉണ്ടാവും. അത് വെച്ച് നിങ്ങൾക്ക് തന്നെ കുറച്ച് ഒരു ടെസ്റ്റ് ട്യൂബിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ന്യൂട്രൽ ഫെറിക്ലോറൈഡ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാം, ഫ്രഷ്ലി പ്രിപ്പയർഡ്. അപ്പം ഐഡന്റിഫിക്കേഷനിൽ H2SO4 ആഡ് ചെയ്തു, അസറ്റേറ്റ് സ്മെല്ല് കിട്ടി, അസറ്റിക് ആസിഡിന്റെ സ്മെല്ല് കിട്ടി, ഐ മീൻ വിനെഗർ സ്മെല്ല് കിട്ടി. ഇത് നമ്മൾ ന്യൂട്രൽ ഫെറിക്ലോറൈഡ് ആഡ് ചെയ്തു, ടെസ്റ്റ് പോസിറ്റീവ് ആണ്. സോ അസറ്റേറ്റ് കൺഫേംഡ്. ഓക്കെ, അപ്പൊ അസറ്റേറ്റിന്റെ ടെസ്റ്റ് കഴിഞ്ഞു. ഇനി അടുത്ത ടെസ്റ്റ് ക്ലോറൈഡ്. ക്ലോറൈഡിന്റെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ടിരിക്കണം. ഓക്കെ, ക്ലോറൈഡിന്റെ ടെസ്റ്റ് എപ്പോഴും ഒരു ബോയിലിംഗ് ട്യൂബിലാണ് ചെയ്യേണ്ടത്. സ്മോൾ സൈസ്ഡ് ആയിട്ടുള്ള ഒരു ബോയിലിംഗ് ട്യൂബിലാണ് ക്ലോറൈഡ് ടെസ്റ്റ് ചെയ്യേണ്ടത്. കാരണം ഇവിടെ നമ്മൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്. സോ അത് അത്ര നല്ലതല്ല. അപ്പൊ അതൊന്നും നമുക്ക് നോക്കാം. അതിനു മുന്നേ
ഞാൻ ഒരു ഗ്ലാസ് റോഡ് എടുത്തിട്ടുണ്ട്. ഗ്ലാസ് റോഡ് ആദ്യം ഞാൻ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഗ്ലാസ് റോഡ് ഞാൻ അമോണിയം ഹൈഡ്രോക്സൈഡിൽ ഡിപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിൽ അമോണിയം ഹൈഡ്രോക്സൈഡ് ഉണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ ഈ ഗ്ലാസ് റോഡ് ഡിപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് മൂടി തുറന്നിട്ട് അതിലേക്കൊന്ന് ഇറക്കി വെക്കുന്നുണ്ട്. ഓക്കെ, അവിടെ കേട്ടെ. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ക്ലോറൈഡിന്റെ ടെസ്റ്റ് ആണ്. ക്ലോറൈഡിന്റെ ഒരു സോൾട്ട് നമ്മളെ കയ്യിൽ നമ്മൾ എടുക്കുകയാണ്. നമുക്ക് ഇവിടെ ക്ലോറൈഡിന്റെ സോൾട്ട് ആയിട്ടുള്ളത് മാഗ്നീഷ്യം ക്ലോറൈഡ് ആണ്. സോ എന്തോ ആവട്ടെ, കണ്ടെയ്നിങ് ക്ലോറിൻ ആണ്. അപ്പം അത് ഞാൻ എടുത്തു. ഓക്കെ, അതിലേക്ക് മാഗ്നീഷ്യം ക്ലോറൈഡിന്റെ കുറച്ച് എമൗണ്ട്, ഇപ്പൊ ബോയിലിംഗ് ട്യൂബിൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ എളുപ്പത്തിന് ഞാൻ കുറച്ച് അധികം എടുക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് എടുത്താൽ മതി. ഓക്കെ, ഞാനതിലേക്ക് മാഗ്നീഷ്യം ക്ലോറൈഡിന്റെ ഇതെടുത്തു. നിങ്ങൾ ഇതിലേക്ക് വാട്ടർ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമ്മൾ ഡയറക്റ്റ് ആഡ് ചെയ്യുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. സൾഫ്യൂരിക് ആസിഡ് എടുക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ടിരിക്കുക. സൾഫ്യൂരിക് ആസിഡിന് മാത്രമായിട്ട് ഓക്കെ, നമ്മളൊരു ഡ്രോപ്പറൊക്കെ വെച്ചിട്ട് ആ രീതിയിൽ വളരെ കെയർഫുൾ ആയിട്ട് വേണം സൾഫ്യൂരിക് ആസിഡ് എടുക്കാൻ. സൾഫ്യൂരിക് ആസിഡ് എപ്പോഴും എടുക്കുമ്പോൾ നിങ്ങൾ ഗ്ലാസ് ഡ്രോപ്പേഴ്സ് തന്നെ യൂസ് ചെയ്യുക. ഓക്കെ, സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുന്ന സമയത്തും കെയർഫുൾ ആയിട്ട് ഇച്ചിരി മാറ്റി നിർത്തിയിട്ട് വേണം ഒഴിക്കാൻ. ഒരു ഗ്യാസ് അപ്പം തന്നെ പുറത്തേക്ക് വരുന്നുണ്ടാവും. ആ ഗ്യാസിന്റെ സ്മെല്ല് ഒരു പഞ്ചൻ സ്മെല്ലായിരിക്കും. ഓക്കെ, ഗ്യാസ് അവിടെ പുറത്തേക്ക് വന്നോട്ടെ, നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അത് നിങ്ങൾ ഇൻഹെയിൽ ചെയ്യാൻ പോവരുത്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ അമോണിയം, അതൊരു പഞ്ചൻ സ്മെല്ലായിട്ടുള്ള ഗ്യാസ് ആണ്. ഒരു അമോണിയം ഹൈഡ്രോക്സൈഡിൽ ഒരു ഗ്ലാസോട് ഡിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ചെറുതായിട്ട് ഇതിന്റെ മുകളിൽ ഇങ്ങനെ കാണിക്കുകയാണ്. ഓക്കെ, എന്താ വൈറ്റ് ഫ്യൂംസ് അല്ലെ, ഡെൻസ് വൈറ്റ് ഫ്യൂംസ്. അതാണ് ക്ലോറിന്റെ കൺഫർമേഷൻ ടെസ്റ്റ്. ഓക്കെ, ഇൻഹെയിൽ ചെയ്യുന്നത് അത്ര നല്ലതല്ല, അമോണിയം ക്ലോറൈഡ് ഫോർമേഷൻ ആണ്. സോ ജസ്റ്റ് ഒന്ന് നോക്കുക, ഈ ക്ലോറിൻ കണ്ടെയ്നിങ് ആയിട്ടുള്ളതിലേക്ക് ഞാൻ ജസ്റ്റ് ഒരു അമോണിയം ഹൈഡ്രോക്സൈഡിന്റെ ഡിപ്പ് ചെയ്തിട്ടുള്ള ഗ്ലാസ് റോഡ് കാണിക്കുന്നു. ഡെൻസ് വൈറ്റ് ഫ്യൂംസ് ഫോം ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മളെ ടെസ്റ്റ്. ഓക്കെ ആണല്ലോ? അപ്പൊ ക്ലോറൈഡിന്റെ ടെസ്റ്റ് എല്ലാവർക്കും ഓക്കെ ആണല്ലോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ക്ലോറൈഡിന്റെ കൺഫർമേഷൻ ടെസ്റ്റ് നോക്കാം. ക്ലോറൈഡിന്റെ കൺഫർമേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലോറൈഡ് നേരത്തെ എടുത്ത പോലെ നമ്മൾ ക്ലോറൈഡിന്റെ സോൾട്ട് എടുക്കണം. ഓക്കെ, ക്ലോറൈഡിന്റെ സോൾട്ട് നേരത്തെ പറഞ്ഞു മാഗ്നീഷ്യം ക്ലോറൈഡ് ആണ് നമുക്കുള്ളത്. അപ്പൊ അത് നമുക്ക് സോൾട്ട് എടുത്തു. സോൾട്ട് എടുത്ത് ഇതൊന്ന് വാം ചെയ്യണം. വാം ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾ ബോയിലിംഗ് ട്യൂബ് എടുക്കേണ്ട ആവശ്യമില്ല. വാം ചെയ്യാൻ നിങ്ങളെ നോർമൽ ടെസ്റ്റ് ട്യൂബ് തന്നെ മതി. വാം ചെയ്യുക, ബോയിൽ ചെയ്യല്ല, ജസ്റ്റ് വാം ചെയ്യാണ് ചെയ്യും. ഓക്കെ, അപ്പം ഇതാ ഞാൻ സോൾട്ട് എടുത്തിട്ടുണ്ട്. അതൊന്ന് സൊല്യൂഷൻ ആക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ സൊല്യൂഷൻ ആക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓൾറെഡി ഇതിലേക്ക് ഒഴിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഡയലൂട്ട് HNO3 ആണ്. HNO3 നമ്മൾ ഡ്രോപ്പർ യൂസ് ചെയ്തിട്ട് കുറച്ച് ഇതിലേക്ക് എടുക്കുന്നുണ്ട്. ഓക്കെ, HNO3 എടുത്തു. ഇനി ജസ്റ്റ് ഒന്ന് വാം ചെയ്ത് കൊടുക്കുക. വാം ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ കയ്യിലൊരു ടെസ്റ്റ് ട്യൂബ് ഹോൾഡർ ഉണ്ടാവണം. ഓക്കെ, അത് നമ്മൾ കറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് വേണം നമ്മൾ വാം ചെയ്യാൻ. ഓക്കെ, ജസ്റ്റ് വാം ചെയ്ത് കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ചൂടായി ഒന്ന് അടി തൊട്ട് നോക്കി കഴിഞ്ഞാൽ ഒരു ചൂട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പരിപാടി അവിടെ അവസാനിപ്പിച്ചിട്ട് അതിലേക്ക് പിന്നെ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യാം. സിൽവർ നൈട്രേറ്റ്. ഓക്കെ, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ക്ലോറിൻ ഉണ്ട് എന്നാണ് മീനിങ്. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്ത് കണ്ടല്ലോ അല്ലെ? വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. സിൽവർ ക്ലോറൈഡ് ആണ് ഫോം ചെയ്തത്. സിൽവർ ക്ലോറൈഡ് ഒക്കെ സിൽവർ നൈട്രേറ്റ് ഒക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കെമിക്കലാണ് നമ്മുടെ ലാബിലെ. അപ്പൊ അതുകൊണ്ട് സിൽവർ ക്ലോറൈഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റിയാക്ഷൻ അവിടെ അവസാനിപ്പിക്കാം. ക്ലോറിൻ കൺഫേം, പ്രസൻസ് ഓഫ് ക്ലോറിൻ ഈസ് കൺഫേം. ഓക്കെ, അടുത്ത ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അഗെയിൻ നമുക്ക് ബോയിലിംഗ് ട്യൂബിൽ ചെയ്യേണ്ട ഒരു ടെസ്റ്റ് ആണ്. അത് സംഭവം നൈട്രേറ്റിന്റെ ടെസ്റ്റ് ആണ്. നൈട്രേറ്റിന്റെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ നൈട്രേറ്റിന്റെ സോൾട്ട് എടുക്കുന്നു. സോൾട്ട് എടുത്തിട്ട് നമ്മൾ അതിനെ നന്നായിട്ട് എന്ത് ചെയ്യുന്നു, ഹീറ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ ചുമ്മാ എന്താണ് നൈട്രേറ്റിന്റെ സോൾട്ട് എടുക്കുന്നു, കോൺസെൻട്രേറ്റഡ് H2SO4 എടുക്കുന്നു, ഹീറ്റ് ചെയ്യും. ഓക്കെ, ബോയിൽ ചെയ്യും. അപ്പൊ നമ്മൾ നൈട്രേറ്റിന്റെ സോൾട്ട് എടുക്കാൻ പോവാണ്. നൈട്രേറ്റിന്റെ സോൾട്ട് ആയിട്ട് നമുക്ക് ഇവിടെ ഉള്ളത് അലൂമിനിയം നൈട്രേറ്റ് ആണ്. അലൂമിനിയം നൈട്രേറ്റ്. അപ്പൊ അതിന്റെ സോൾട്ട് ഞാൻ ജസ്റ്റ് എടുക്കുകയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കുറച്ചെടുത്ത് ചെയ്താൽ മതി. ബോയിലിംഗ് ട്യൂബിൽ ഞാൻ നിങ്ങൾക്ക് കാണാൻ എളുപ്പത്തിന് കുറച്ചധികം എടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിലേക്ക് ഇനി സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യാണ്. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് നിങ്ങൾ ഒരു ഗ്ലാസ് ഡ്രോപ്പർ വെച്ചിട്ട് വേണം എടുക്കാൻ. അതാണ് ബെറ്റർ. ഓക്കെ, അപ്പം സൾഫ്യൂരിക് ആസിഡ് എടുത്തു.
ഓക്കെ, എന്തെങ്കിലും പതിഞ്ഞു വന്ന പോലെ നിങ്ങൾക്ക് തോന്നും, അത് അവിടെ നിൽക്കട്ടെ. ഒരു കുറച്ച് ആഡ് ചെയ്യാം, ഒന്ന് ആ എടുത്ത സോൾട്ട് ഒന്ന് മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഒന്ന് ആഡ് ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യാം, ടെസ്റ്റ് ട്യൂബ് ഹോൾഡർ ഒക്കെ വെച്ചിട്ട് വേണം ചെയ്യാൻ. നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ ഹീറ്റ് ചെയ്യുക, ബോയിൽ ചെയ്യണം. ഓക്കെ, ബോയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ അവിടെ കാണാൻ പറ്റുന്നുണ്ടാവും, ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, താഴെ നിന്നൊരു ഗ്യാസ് ഇങ്ങനെ പൊന്തി വരുന്നുണ്ട്. ആ ഗ്യാസിന്റെ കളർ പതുക്കെ ഒന്ന് മാറുന്നുണ്ട്. ഞാൻ ഒന്നുകൂടെ ബോയിൽ ചെയ്ത് ഒന്ന് ഹീറ്റ് ചെയ്യിപ്പിച്ച് നിങ്ങളെ കാണിക്കാം. ആ ഗ്യാസിന്റെ കളർ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ബ്രൗൺ ഗ്യാസ് പുറത്തേക്ക് വരുന്നത് കാണാൻ പറ്റും. ഞാൻ ഒന്നുകൂടെയും ഹീറ്റ് ചെയ്യാം. നിങ്ങൾ സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ബ്രൗൺ ഗ്യാസിന്റെ എവല്യൂഷൻ നടക്കും. പിന്നെ ഹീറ്റ് ചെയ്യുമ്പോൾ അതൊന്ന് കൂടും. അപ്പം കുറച്ചുകൂടെ കാണാമെന്ന് തോന്നുന്നു. യെല്ലോ കളർ ആയിട്ടുള്ള അല്ല, ഈ മുകളിലേക്കുള്ള ഒരു ബ്രൗൺ കളർഡ് ഗ്യാസ് നൈട്രജൻ ഡയോക്സൈഡ് ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് പറയാം പ്രസൻസ് ഓഫ് നൈട്രേറ്റ് ഈസ് കൺഫേം. കുപ്പിയസ് എവല്യൂഷൻ ഓഫ് ബ്രൗൺ ഗ്യാസ്, ബ്രൗൺ കളർഡ് ഗ്യാസ്, അതാണ് നൈട്രേറ്റിന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് പറയാം പ്രസൻസ് ഓഫ് നൈട്രേറ്റ് ഈസ് കൺഫേം. സോ ആ ഗ്യാസ് അധികം പുറത്തേക്ക് വരുന്നത് നല്ലതല്ല. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് എമൗണ്ട് സോൾട്ട് ഇട്ടേ നിങ്ങൾ ചെയ്യാവുള്ളൂ. ഓക്കെ, ഇനി അടുത്തത്, സോ ആ ടെസ്റ്റ് നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മളെ നൈട്രേറ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെസ്റ്റ് ആണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ് ആണ്. ഇതും നിങ്ങൾ ബോയിലിംഗ് ട്യൂബിൽ ചെയ്യേണ്ട ടെസ്റ്റ് ആണ്. ഞാൻ തൽക്കാലം ടെസ്റ്റ് ട്യൂബ് ചെയ്യാണ്. സോ ആരും ടെസ്റ്റ് ട്യൂബിൽ അത് ചെയ്യാൻ ട്രൈ ചെയ്യരുത്, ബോയിലിംഗ് ട്യൂബിൽ തന്നെ ചെയ്യാം. ഓക്കെ, ഞാൻ തൽക്കാലം അവിടെ എന്ത് ചെയ്യാണ്, ടെസ്റ്റ് ട്യൂബിൽ ചെയ്യാണ്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചോ. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ടത് എന്താന്ന് പറഞ്ഞാൽ നമ്മളെ സോൾട്ട് വേണം. നമ്മൾ പറഞ്ഞ പോലെ നൈട്രേറ്റ് സോൾട്ട്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അലുമിനിയം നൈട്രേറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. അവിടെ നമ്മൾ അതിന്റെ സോൾട്ട് എടുത്തു. സോൾട്ട് എടുത്തിട്ട് കുറഞ്ഞ അളവിൽ മതി. ഇവിടെ നമുക്ക് അതിനെ സൊല്യൂഷൻ ആക്കണം. സൊല്യൂഷൻ ആക്കാൻ നമ്മൾ എന്ത് ചെയ്യും, വാട്ടർ ആഡ് ചെയ്യും. വാട്ടർ ആഡ് ചെയ്തു. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഡിസോൾവ് ആകുന്നവരെ ഒന്ന് ഷേക്ക് ചെയ്യാം. ഈ രീതിയിലാണ് നിങ്ങൾ ടെസ്റ്റ് ട്യൂബിൽ നിന്ന് ഷേക്ക് ചെയ്യേണ്ടത്, അല്ലാണ്ട് ഇങ്ങനെ വെർട്ടിക്കലി അല്ല, ഈ ഒരു രീതിയിൽ അല്ലെ. അപ്പൊ ഈ ഒരു രീതിയിൽ ഷേക്ക് ചെയ്യാം. ഷേക്ക് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈക്വൽ എമൗണ്ട് ഓഫ് ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ് സൊല്യൂഷനും സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കണം. ശ്രദ്ധിച്ചൊഴിക്കണം. ഈ സമയത്ത് ടെസ്റ്റ് ട്യൂബ് ചിലപ്പോൾ ഹീറ്റ് ആവും. ടെസ്റ്റ് ട്യൂബ് അല്ല, നിങ്ങൾ ബോയിൽ ട്യൂബിലാണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇത് നിങ്ങൾക്ക് കാണാൻ എളുപ്പത്തിനാണ്. ബോയിൽ ട്യൂബിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി കൂടുതൽ വേണം, നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് കുറച്ചുകൂടി എളുപ്പം ഉണ്ടാവും. സോ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ചെയ്യുന്നത്. അപ്പം എന്ത് ചെയ്യുക, ഇതിൽ ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ എന്റെ മുമ്പിലുണ്ട്. ഞാൻ അത് ഈക്വൽ എമൗണ്ട് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡ്രോപ്പർ യൂസ് ചെയ്തിട്ട് ഞാനൊരു ഈക്വൽ എമൗണ്ട്, ഇപ്പൊ ഡ്രോപ്പറിൽ നിങ്ങൾക്ക് കുറെ ഗ്രാജുവേറ്റഡ് ആണ് വെച്ചാൽ ഒരുപാട് എമൗണ്ട് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഒരു ഏകദേശം ഈക്വൽ ആയിട്ടുള്ള ഒരു എമൗണ്ട് ഞാനത് അതിലേക്ക് ആദ്യം ആഡ് ചെയ്തു. ഓക്കെ, ആഡ് ചെയ്തപ്പോൾ വലിയ കളർ ചേഞ്ച് ഒന്നും നിങ്ങൾക്ക് കാണാൻ സാധ്യതയില്ല. ഓക്കെ, വലിയ കളർ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. ഇനി നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യാം. ശ്രദ്ധിച്ചോ, സൾഫ്യൂരിക് ആസിഡ്, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യേണ്ടത് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടല്ല, ജസ്റ്റ് സൈഡിലൂടെ എങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ. ജസ്റ്റ് വളരെ പതുക്കെ. ഈ സമയം ടെസ്റ്റ് ട്യൂബ് തൊട്ടുകെ ചെറുതായി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇവിടെ ഒരു ബ്രൗൺ റിംഗ് ഫോം ചെയ്തിട്ടുണ്ട്. ഒരു ബ്രൗൺ കളറുടെ ഈ രണ്ട് ലെയറിനെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ബ്രൗൺ റിംഗ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പം എക്സാമിനർ ചോദിക്കാം, വാട്ട് ഇസ് ദ കെമിസ്ട്രി അബൌട്ട് ദിസ് ബ്രൗൺ റിംഗ്? ഇതൊരു കോർഡിനേഷൻ കോംപ്ലക്സ് ആണ്, അയണിന്റെ ഒരു കോർഡിനേഷൻ കോംപ്ലക്സ് ആണ്. ഇവിടെ നിങ്ങൾക്ക് രണ്ട് ലെയർ ആയിട്ട് കാണുന്നുണ്ടാവും. അതിന്റെ നടുക്ക് ഒരു ബ്രൗൺ റിംഗ് ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സൾഫ്യൂരിക് ആസിഡ് നിങ്ങൾ കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്താൽ ആ റിംഗ് കുറച്ചുകൂടി വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇത് വളരെ കെയർ ചെയ്യേണ്ട സംഭവമാണ്. സൾഫ്യൂരിക് ആസിഡ് ആണ്. അത് ഡിസ്റ്റർബ് ആയി കഴിഞ്ഞാൽ ആ ബ്രൗൺ റിംഗ് നഷ്ടമാകും. ഇവിടെ നമുക്ക് ആ ഒരു ഡിസ്റ്റർബ് ആയതുകൊണ്ട് തന്നെ ആ ബ്രൗൺ റിംഗ് പതുക്കെ ഡിസപ്പിയർ ആയിട്ട് നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ബ്രൗൺ റിംഗ് ടെസ്റ്റ്. അപ്പൊ നൈട്രേറ്റും കൺഫേം ആയി. ഇപ്പൊ ക്ലോറൈഡിന്റെ ടെസ്റ്റ് നമ്മൾ കണ്ടു, നൈട്രേറ്റിന്റെ ടെസ്റ്റ് നമ്മൾ കണ്ടു. ഇനി നമുക്ക് വരുന്ന ടെസ്റ്റ് ലാസ്റ്റ്, നമ്മളെ ആനയോൺസിലെ ലാസ്റ്റ് ടെസ്റ്റ് ആണ്. ആനയോൺസിലെ ലാസ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സൾഫേറ്റിന്റെ ടെസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ബോയിലിംഗ് ഈ ഒരു ടെസ്റ്റ് ട്യൂബ് നമ്മൾ ക്ലീൻ ചെയ്ത് സൾഫേറ്റ് ടെസ്റ്റ് ചെയ്യാൻ പോവാം. സൾഫേറ്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സൾഫേറ്റും ബേരിയം ക്ലോറൈഡും തമ്മിലുള്ള റിയാക്ഷൻ ആണ്. അപ്പൊ സൾഫേറ്റിന് വേണ്ടിയിട്ട് നമ്മളെ കയ്യിലുള്ളത് സിങ്ക് സൾഫേറ്റ് ആട്ടോ. സിങ്ക് സൾഫേറ്റ് ആണ്. സോ ഞാൻ ഇവിടെ ഇതൊക്കെ മാറ്റി സിങ്ക് സൾഫേറ്റ് എടുക്കാൻ പോവാണ്. സിങ്ക് സൾഫേറ്റ് വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള നല്ല ഒരു സൾഫേറ്റ് ആണ്. നമ്മൾ കോംപ്ലക്സോമെട്രി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ടൈട്രേഷൻസിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മൾ സിങ്ക് സൾഫേറ്റ് എടുത്തു. ഓക്കെ, ഇവിടെ നിങ്ങൾ സൊല്യൂഷൻ ആക്കണം. കാരണം എന്താ പറയുക, ഇപ്പൊ നിങ്ങൾ ഈ ടെസ്റ്റ് ട്യൂബ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതിൽ ചുറ്റും പറ്റി പിടിച്ചിട്ടുണ്ട്. നമ്മളെ കുറ്റം കൊണ്ടല്ല, കാരണം എന്താ, കാരണം അതിൽ വാട്ടർ കണ്ടന്റ് ഉണ്ട്, ശരിയല്ലേ? അപ്പൊ അതൊന്നും നിങ്ങൾ സൊല്യൂഷൻ ആയി കൊടുത്താൽ ഒന്ന് വൃത്തിയാവും. ഓക്കെ, കുറെയൊക്കെ മതി. നമുക്ക് ഏകദേശം ടെസ്റ്റ് കിട്ടാനുള്ള മാത്രം മതി, ഒരുപാടൊന്നും വേണ്ട. അപ്പം ഇതൊന്നും എന്ത് ചെയ്യുക, വാട്ടറിൽ ഡിസോൾവ് ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കുക. ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക നന്നായിട്ട്.
അപ്പോൾ വാട്ടർ നമ്മൾ ഉപ്പ് ഡിസോൾവ് ആവുന്ന ആ ഒരു ഇതിൽ ഇത് ഡിസോൾവ് ആവും. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ അഗെയിൻ ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്യുക. ബേരിയം ക്ലോറൈഡ് നേരത്തെ നമ്മൾ ആഡ് ചെയ്തിരുന്നു. ബേരിയം ക്ലോറൈഡ് കാർബണേറ്റിന്റെ ടെസ്റ്റിൽ ബേരിയം ക്ലോറൈഡ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് നമ്മൾ ഇവിടെയും ആഡ് ചെയ്യാം. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നത് നിങ്ങൾ നോക്കുക. ഓക്കെ, കാർബണേറ്റ് പോലെയല്ല, വളരെ കുറഞ്ഞ എമൗണ്ടിൽ ഞാൻ ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്തിട്ടുള്ളൂ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. കാർബണേറ്റിൽ നമ്മൾ ഡയലൂട്ട് എക്സിയിൽ ഒഴിച്ചപ്പോൾ ഡിസോൾവ് ആയി പോയിരുന്നു. ഇവിടെ നമുക്ക് ഡിസോൾവ് ആവുന്നുണ്ടോ നോക്കാം. ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ഒഴിക്കുകയാണ്. എത്രയല്ലേ ക്വാണ്ടിറ്റി ഉള്ളൂ, ഞാൻ HCl എടുത്തിട്ടുണ്ട്. ഇച്ചിരി അധികം ഞാൻ ഒഴിക്കുകയാണ് ഇതിൽ. അല്ലെ, എത്ര നിങ്ങൾ ഒഴിച്ചാലും അത് ഡിസോൾവ് ആവാനുള്ള ഒരു പ്രവണതയും കാണിക്കൂല. അപ്പൊ ഇതാണ് സൾഫേറ്റിന്റെ ടെസ്റ്റ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ സൾഫേറ്റ് സോൾട്ട് ഇട്ടു, അതിലേക്ക് ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്തു, പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്തു. അത് പോയിട്ടില്ല, അത് ഡിസപ്പിയർ ആവാതെ ഡയലൂട്ട് HCl ഒഴിച്ചിട്ട് ഡിസപ്പിയർ ആവാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് പറയാം സൾഫേറ്റ് ഐഡന്റിഫൈഡ്, പ്രസൻസ് ഓഫ് സൾഫേറ്റ് ഈസ് ഐഡന്റിഫൈഡ്. ഇനി സൾഫേറ്റിന്റെ കൺഫർമേറ്ററി, അത് കുറച്ചും കൂടി എളുപ്പമാണ്. സൾഫേറ്റിന്റെ കൺഫർമേറ്ററി കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പം സൾഫേറ്റ് ഇപ്പൊ നമ്മൾ കണ്ട വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ബേരിയം സൾഫേറ്റ് ആണ്, അത് ഡയലൂട്ട് HCl ഡിസോൾവ് ആവില്ല. ഇനി സൾഫേറ്റിന്റെ കൺഫർമേറ്ററി പറയുമ്പോൾ ഇതേപോലെ നമ്മൾ ഒന്നുകൂടി സോൾട്ട് എടുക്കേണ്ടി വരും. സിങ്ക് സൾഫേറ്റ് എടുക്കുന്നു, സോൾട്ട്. ഓക്കെ, സോൾട്ട് ഇതിലേക്ക് ഇട്ടു. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സൊല്യൂഷൻ ആക്കുക. സൊല്യൂഷൻ ആക്കി. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മൾ ലെഡ് അസറ്റേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുക. ലെഡ് അസറ്റേറ്റ് അപ്പൊ എന്ത് ഫോം ചെയ്യും? ലെഡ് അസറ്റേറ്റ് ആഡ് ചെയ്യുമ്പോൾ ലെഡ് സൾഫേറ്റ് ഫോം ചെയ്യണം. അപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ് നമുക്ക് കിട്ടേണ്ടത്. നോക്കാൻ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. കിട്ടുന്നുണ്ട്, ശരിയല്ലേ? ലെഡ് അസറ്റേറ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നുണ്ട്. അപ്പൊ അത് ലെഡ് സൾഫേറ്റ് ആണ്, ലെഡ് സൾഫേറ്റ്. ഓക്കെ, അപ്പൊ ആ ടെസ്റ്റും പോസിറ്റീവ് ആണ്. സോ പ്രസൻസ് ഓഫ് സൾഫേറ്റ് ഈസ് കൺഫേം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സൾഫേറ്റ് ടെസ്റ്റ് ചെയ്യുക. അപ്പൊ ആനിയോൺസിന്റെ ടെസ്റ്റ് പഠിക്കുമ്പോൾ നിങ്ങൾ ഒരു ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ്, ഒരു കൺഫർമേറ്ററി ടെസ്റ്റ് അങ്ങനെ വേണം പഠിക്കാൻ.